IRCTC ആപ്പിലൂടെയാണ് ഏറെ പേരും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ റെയിൽവേയുടെ സ്വന്തം IRCTC ഒരു ലിങ്ക് ആണെങ്കിൽ പോലും റെയിൽവേ സ്വന്തമായി ഒരു ആപ്പ് വികസിപ്പിക്കുകയാണ്. അതിൻ്റെ പരീക്ഷണ ഘട്ടം നടക്കുന്നു. ഏതാണ് ആപ്പ്, എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, നമുക്ക് വേഗത്തിൽ നോക്കാം. സൊറൈലുമായി റെയിൽവേ മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്താണ് ആപ്പ്, എങ്ങനെയാണ് അതിന്റെ പരീക്ഷണം നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ടിക്കറ്റ് ബുക്കിങ്ങിനായുള്ള പുതിയ ആപ്പാണ് IRCTC തന്നെ ഒരുക്കുന്നു. IRCTC ആപ്പിന് പുറമെ സൊറൈൽ എന്ന ആപ്പ് വരികയാണ്. ആൻഡ്രോയിഡിലും iOS-ലും ഒക്കെ ഇത് ലഭ്യമാണ്. ഇപ്പോൾ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇപ്പോൾ അതിന്റെ പരീക്ഷണ ഘട്ടമാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ സംഭവം കാണാം, പക്ഷെ അത് അവൈലബിൾ ആയിരിക്കില്ല. കുറച്ച് ശേഷം സാധാരണക്കാർക്ക് ലഭ്യമാണ്. ടിക്കറ്റ് ബുക്കിംഗ്, അതിനോടൊപ്പം തന്നെ PNR സ്റ്റാറ്റസ്, ഫുഡ് ഓർഡർ ചെയ്യാനുള്ള സംവിധാനം, ഇതെല്ലാം നമുക്ക് ഈ ആപ്പിലൂടെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് വാഗ്ദാനം. ഒപ്പം തന്നെ നമ്മൾ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ച ഒരു ആപ്പാണ്. സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ് ഈ സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. പഴയ ഈ IRCTC പാസ്വേഡും ID-യും ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. അതിനോടൊപ്പം നിലവിൽ IRCTC ആപ്പിൽ ബുക്കിംഗ് തുടരും എന്നുള്ളതാണ്. കാരണം ഇത് പരീക്ഷണ ഘട്ടത്തിൽ മാത്രമാണ്. ഇപ്പോൾ ബുക്ക് ചെയ്യേണ്ടവർ IRCTC ആപ്പിൽ തന്നെ ബുക്ക് ചെയ്യുക. ഈ സൊറൈൽ വരികയാണ്, നമുക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പം അധികം വൈകാതെ ഈ സൊറൈൽ ജനങ്ങളിലേക്ക് എത്തും. നമുക്കറിയാം, കൺഫേം ടിക്കറ്റ് എന്ന മറ്റൊരു ആപ്പ് കൂടി IRCTCയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഇത്രയധികം ഇപ്പോൾ ട്രെയിനിൽ കൃത്യമായി ബുക്ക് ചെയ്ത് യാത്ര പോകുന്നവരുടെ എണ്ണം വളരെ അധികമാണ്. അതുകൊണ്ടാണ് മറ്റൊരു ആപ്പിൻ്റെ കൂടി സേവനം. അത് ഭാവിയിൽ കുറച്ചുകൂടി കൂടുതൽ സേവനങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സൊറൈലിനായി നമുക്ക് കാത്തിരിക്കാം.